DRS മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ചെപ്പോക്കിൽ ഒരു വിജയം ബാംഗ്ലൂരിന് കിട്ടിയിരിക്കുകയാണ്. കാരണം 2008-ലായിരുന്നു ഈ പറയുന്ന പോലെ ഒരു വിജയം ഇവർക്ക് ചെപ്പോക്കിൽ നേടാൻ കഴിഞ്ഞത്. അതിനുശേഷം ഈ സീസണുകളിലൊന്നും ഇങ്ങോട്ട് പല ക്യാപ്റ്റന്മാർ മാറി വന്നു, ടീമുകൾ മാറി വന്നു, എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു വിജയം, ചെപ്പോക്കിൽ ഒരു വിജയം, അതെന്ന് വെച്ചാൽ ഇത്ര വർഷങ്ങളുടെ ഒരു പാരമ്പര്യമാണ്, ഇത്ര വർഷങ്ങളുടെ ഒരു ഒരു കാത്തിരിപ്പ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു കെട്ടെന്നോ അല്ലെങ്കിൽ ഇത്ര വർഷങ്ങളുടെ ഒരു ബാധ്യതയെന്നോ എന്ത് വേണേലും അതിനെ പറയാം. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ടീമിനെ ഈ പറയുന്നല്ലേ, ഈ ചെപ്പോക്കിൽ തന്നെ ഏറെക്കുറെ എല്ലാ ടീമുകൾക്കും വിജയം അസാധ്യമാണ്. അപ്പോ ഇങ്ങനൊരു ടീമിന്റെ അടുത്ത് ഈ 17 വർഷവും അത് ഫോളോ ചെയ്യണമെങ്കിൽ ചെന്നൈ ഏത് ലെവലായിരിക്കണം? അത് തീർച്ചയായിട്ടും മഹേന്ദ്ര സിംഗ് ധോനി എന്നുള്ള ഒരു വലിയൊരു നായകന്റെ ഒരു മികവ് തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം അതങ്ങനെ തന്നെയാണ്. ഈ ഒരു നായക സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷമാണ് ഈ പറയുന്ന പോലെ പലരും ചെപ്പോക്കിലൊക്കെ ആണെങ്കിലും ചെന്നൈയുടെ മുകളിലാണെങ്കിലും ആധിപത്യം നേടാനൊക്കെ തുടങ്ങുന്നത്. അപ്പം തീർച്ചയായിട്ടും RCBക്ക് ഇത് സന്തോഷിക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ്. കാരണം ചെറിയൊരു മത്സരമല്ല, അല്ലെങ്കിൽ ചെറിയൊരു തോൽവിയല്ല. ചെപ്പോക്കിൽ ചെന്നൈയെ 50 റൺസിന് പരാജയപ്പെടുത്തി എന്ന് പറയുമ്പം അതൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു വിന്ന് തന്നെയാണ്. അതിനകത്ത് യാതൊരുവിധ സംശയമില്ല. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ഈ പറയുന്ന RCB ടീം ഓവരെ ഒറ്റക്കെട്ടായിട്ട് കളിച്ചു എന്നുള്ളതാണ്. കാരണം വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് അവർ ഓരോ നീക്കവും എടുത്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കാരണം ചെപ്പോക്കില് ചെന്നൈ പൂട്ടണമെങ്കിൽ അത്രയും പ്ലാൻഡ് ആയിരിക്കണം. അങ്ങനെ ആ ടാലന്റ് വെച്ച് നിങ്ങൾ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതേസമയം നിങ്ങളൊരു ടീമായിട്ട്, കാരണം അത്രയും മികച്ചൊരു വിജയമാണ് RCBക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും ടോസ് കിട്ടിയിട്ട് RCB ബാറ്റിങ്ങിന് അയച്ചു. ഈ ഒരു 17 വർഷത്തെ ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട് തന്നെ ചെന്നൈ ടീമിനും ആരാധകർക്കും വളരെ വലിയ പ്രതീക്ഷയാണ്. വിരാട് കോഹ്ലിയെ, സംഘത്തെയും, അവരുടെ പുതിയ ക്യാപ്റ്റനുണ്ട്, പട്ടിദാറുണ്ട്, സംഘത്തെയും ഈ പറയുന്ന പോലെ വളരെ എളുപ്പത്തിൽ തന്നെ നിഷ്പ്രയാസം തന്നെ തോൽപ്പിക്കാമെന്നുള്ളൊരു ധാരണ ഒരു പക്ഷേ എല്ലാവർക്കും ഉണ്ടായിരുന്നു കാണും. അല്ലെങ്കിൽ എന്താ പറയുന്നത്, അത് ചെയ്യാം, നമുക്ക് ജയിക്കാൻ പറ്റും, നമ്മൾ അത്രയും നല്ലൊരു ടീമാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും, ഓവർ കോൺഫിഡൻസിലോട്ട് പോകുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടായിരുന്നു കാണണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ബാറ്റിങ്ങിന് അയക്കുന്നു. ബാറ്റിങ്ങിന് അയച്ചിട്ട് അവിടെ 170 റൺസ് എടുത്താൽ അത് തന്നെ ഒരു പിന്നിങ് സ്കോറായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അപ്പം അത്തരത്തിലുള്ള ഒരു പിച്ചിൽ 190 എന്നുള്ളൊരു ടോട്ടലിലോട്ട് എത്തുകയാണ്, അല്ലെങ്കിൽ 196 എന്നുള്ളൊരു ടോട്ടലിലോട്ട് എത്തുകയാണ്. അവിടെ തന്നെ ചെന്നൈ തോറ്റു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. കാരണം എത്ര വലിയ ചെന്നൈ ടീം ആണെങ്കിലും ഇപ്പൊ ചെന്നൈയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ചെന്നൈ ചെപ്പോക്കിൽ കുറെ സ്പിന്നേഴ്സ് ഉണ്ട്. ആ സ്പിന്നേഴ്സിനെ വെച്ചിട്ട് ചെപ്പോക്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് റൺസ് ഒതുക്കി എറിഞ്ഞു പിടിക്കാം എന്നുള്ളൊരു രീതിയിലാണ് ചെന്നൈയുടെ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചെന്നൈ വിട്ട് പുറത്തോട്ട് പോയാലോ, അല്ലെങ്കിൽ ഈ സ്പിന്നേഴ്സിനെ ഈ പറയുന്ന പോലെ ആരെങ്കിലും കടന്നാക്രമിച്ചാലോ വേറെ ഒന്നും ചെയ്യാനില്ല ഈ പറയുന്ന ചെന്നൈ ടീമിന്. വേറെ ഒന്നും ചെയ്യാനില്ല. ഇവർ ഈ പറയുന്ന നൂർ അഹമ്മദ്, അല്ലെങ്കിൽ ഈ പറയുന്നത് ജഡേജ, അശ്വിൻ, ഇവരെയൊക്കെ ഈ പറയുന്ന റാഷിദ് ഖാൻ പോലും തല്ലി മേടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ 3 സ്പിന്നേഴ്സിനെ മാത്രം വെച്ചിട്ട് ഇവരുടെ പ്രതീക്ഷ മൊത്തം ഈ സ്പിന്നേഴ്സിനെയാണ്. അത് ശരിക്കും പറയാം. കാരണം ഫാസ്റ്റ് ബോളേഴ്സിൽ ഇവർക്ക് ആരുമില്ല. പതിരാനയൊക്കെ ആണെങ്കിലും ഇന്ന് നല്ലപോലെ തല്ലുകൊണ്ടൊരു ആള് തന്നെയാണ് പതിരാന. അതുപോലെ തന്നെ ഖലീൽ അഹമ്മദ് ആണെങ്കിലും നല്ലപോലെ പന്തെറിയുന്നുണ്ട്. എങ്കിൽ പോലും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരൊക്കെ എത്ര വേണമെങ്കിലും തല്ലി മേടിക്കാവുന്നതാണ്, അല്ലെ? ഇപ്പൊ പതിരാനെ ആണെങ്കിൽ ഇവിടെ 4 ഓവറിൽ 36 റൺസ് കൊടുത്തു. 2 വിക്കറ്റ് എടുത്തെങ്കിൽ പോലും 4 ഓവറിൽ 36 റൺസ് കൊടുത്തു. അപ്പം ഈ പറയുന്ന ഒരു ബാറ്റിംഗ് പിച്ചിലോട്ട് വരുമ്പോഴത്തേനും ഇവര് ആരെ ഇട്ട് ബോൾ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പം അങ്ങനൊരു തുടക്കം, ഇങ്ങനെ ഒരു റണ്ണ് എറിഞ്ഞു പിടിച്ചില്ലെങ്കിൽ അവിടെ അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെയും രച്ചിൻ രവീന്ദ്ര ഉള്ളത് കൊണ്ട് മാത്രമാണ് കുറച്ചുകൂടെങ്കിൽ ഇവർ ആ മത്സരത്തിൽ ഒന്ന് നിലനിൽക്കുന്നത്. പിന്നീടുള്ള ത്രിപാഠി 5 എന്തിനാ എടുത്തേക്കുന്നതെന്ന് അറിയില്ല. കഴിഞ്ഞ തവണ നല്ലപോലെ കളിച്ചിട്ടുള്ള ഗെയ്ക്വാദ് ഇത്തവണ 0-ന് പുറത്തായി. ദീപക് ഹൂഡ എന്തിനാണെന്ന് അറിയില്ല, 4 റൺസിന് പുറത്തായി. സാംകരൻ ഇപ്പോഴും ബാറ്റിങ്ങിൽ ഒരു താളം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, 8 റൺസിന് പുറത്തായി. ശിവൻ ദുബെ
എന്നിട്ട് നോക്കി. പക്ഷെ കൃത്യമായിട്ട് ശിവൻ ദുബെ ഈ പറയുന്ന പോലെ പൂട്ടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന പോലെ RCBയുടെ ബോളേഴ്സ് അതാ പറഞ്ഞത്, വെൽ പ്ലാൻഡ് ആയിട്ട് വെൽ പഠിച്ച് അത്രയും പ്ലാൻഡ് ആയിട്ട് വന്ന് അത് എക്സിക്യൂട്ട് ചെയ്യുക തന്നെയായിരുന്നു ഈ പറയുന്ന RCB ടീം. അപ്പം 19 റൺസുമായിട്ട് ദുബൈക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 25 റൺസ് ജഡേജ എടുത്തു, 11 റൺസ് എടുത്തു അശ്വിൻ എടുത്തു, അതുപോലെ തന്നെ മഹേന്ദ്ര സിംഗ് ധോണി. ഞാൻ പറഞ്ഞിട്ട് മഹേന്ദ്ര സിംഗ് ധോണി ഈ 16 ബോളിൽ 30 റൺസ് എന്നുള്ളൊരു സ്കോറിലാണ് എത്തിയത്. കുറച്ചുകൂടെ നേരത്തെ ധോണിക്ക് എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ഒരു ജയപ്രതീക്ഷയെങ്കിലും അവർക്ക് പിന്നീട് ഇങ്ങോട്ട് ഉണ്ടായേനെ. പക്ഷെ എന്തുകൊണ്ട് ധോണി ഈ പിന്നീട് പുറകെ നിൽക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ് ആയിട്ടുള്ളത് കൊണ്ടാണല്ലോ ശരിക്കും പറഞ്ഞാൽ IPL കളിക്കുന്നത്. അതുകൊണ്ട് ഈ മാറി നിൽക്കുന്നത് മാറ്റിയിട്ട് ധോണി കുറച്ചുകൂടെ നേരത്തെ ഈ പറയുന്ന പോലെ ഗ്രൗണ്ടിലോട്ട് എത്താൻ അല്ലെങ്കിൽ ക്രീസിലോട്ട് എത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ്. കാരണം അത് ആരാധകർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്, ടീമിനും വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. കാരണം ധോണി ഇപ്പോൾ ഒരാള് ബോളിംഗ് സമയത്തോ അല്ലെങ്കിൽ ഫീൽഡിംഗ് സമയത്താണെങ്കിൽ പോലും ഇവരെ സ്വാധീനിക്കുന്ന രീതിയിലാണ് ധോണിയുടെ ആ ഒരു പ്രസൻസ്. അതേപോലെ തന്നെ ധോണി ഈ പറയുന്ന പോലെ ബാറ്റ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എറിയാൻ വരുന്ന ബോളേഴ്സിന് ഒരു എക്സ്ട്രാ പ്രഷർ ഉണ്ടാവുകയാണ്. ആ പ്രഷർ വെച്ചിട്ട് തീർച്ചയായിട്ടും ഇവർക്ക് നല്ലപോലെ കളിക്കാൻ കഴിയും. അപ്പം ഈ പറയുന്ന ധോണി കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയാൽ തീർച്ചയായിട്ടും അത് വളരെ ഗുണം ചെയ്യും. കാരണം ധോണിക്ക് ഈ പറയുന്ന പോലെ സിക്സുകൾ നേടാനും ബൗണ്ടറികൾ നേടാനും ഈ പറയുന്ന പോലെ വലിയ പാടായിട്ടൊന്നും തോന്നുന്നില്ല. ഇപ്പോഴും അദ്ദേഹം വളരെ ഫിറ്റ് തന്നെയാണ്, നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്, മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ബാറ്റ് ചെയ്യുന്നത്. കുറച്ച് ബോളുകളെ കളിക്കുന്നുള്ളൂ എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇത്തവണ ആണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങേണ്ടി വന്നു. അശ്വിനൊക്കെ ഇറങ്ങുന്ന ഒരു സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു വിജയ പ്രതീക്ഷ അവർക്ക് ഉണ്ടായേനെ. കാരണം എന്ത് വേണേലും നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ ആരാധകർക്കെങ്കിലും ഉണ്ടായേനെ. പക്ഷെ ധോണി ഇത്രയും വൈകി ഇറങ്ങുന്നത് ഒരു ഓൾറൗണ്ടർ എന്നുള്ള നിലയിലല്ല, ഒരു ബാറ്റർ എന്നുള്ള നിലയിലാണ് ധോണി ഇറങ്ങുന്നത്. അപ്പം ഇങ്ങനെ ബാക്കി നിൽക്കാനാണെങ്കിൽ എന്തിനാണ് കളിക്കുന്നത്? അല്ലെ, കളിക്കാൻ പറ്റുന്നുണ്ട്, ഷോട്ടുകൾ കളിക്കാൻ കഴിയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് ബാക്കിൽ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഇച്ചിരി നേരത്തെ കയറിയിട്ട് ഒരു 10-20 ബോൾ കളിച്ചാൽ മതി. ആ കളിക്കുമ്പോഴത്തേന് തന്നെ നല്ല രീതിയിൽ ഷോട്ടുകൾ ഇതേ കളിക്കുന്ന പോലെ തന്നെ 16 ബോളിൽ 30 റൺസ് എടുത്തു. ഈ ഒരു ടോട്ടൽ അല്ലെങ്കിൽ ഈ ഒരു സ്കോർ അശ്വിൻ ഇറങ്ങുന്നതിന് മുമ്പേ വന്ന് കളിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഒരു ജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം കുറച്ചുകൂടെ റണ്ണിങ് അടുക്കും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവും. അപ്പോൾ ധോണി തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു ആങ്കർ റോൾ കളിക്കാനോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെയോ ഈ പറയുന്ന പോലെ ക്രീസിൽ എത്തേണ്ടത് അത്യാവശ്യമാണ്. അത് ചെന്നൈയുടെ ഭാഗത്തു നിന്നും അത് നോക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. പിന്നെ എടുത്തു പറയാമല്ലോ, RCBയുടെ ബാറ്റിംഗ് ലൈനപ്പ് വളരെ മികച്ച രീതിയിലുള്ള ഒരു ദൗത്യം തന്നെയാണ് ഏറ്റെടുത്തത്. കാരണം അവർ പാളി പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ കളിയും കൈവിട്ടു പോയാൻ. അതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് RCB ബാറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഫിൽ സാൾട്ട് തുടക്കത്തിൽ 16 ബോളിൽ 32 റൺസുമായിട്ടൊരു നല്ലൊരു തുടക്കം കൊടുത്തു. വിരാട് കോഹ്ലി ഈ പറയുന്ന പോലെ ഒരു ഒരു ആങ്കർ റോൾ ആണ്, അല്ലെങ്കിൽ ആങ്കർ റോൾ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടെ സ്റ്റാൻഡ് ചെയ്ത ഒരാൾ അവിടെ നിൽക്കണം. കാരണം അത്തരത്തിൽ മോശമായിട്ടുള്ള ഒരു പിച്ച് തന്നെയാണ്. അതുകൊണ്ട് വിക്കറ്റ് ഈ പറയുന്ന പോലെ ഒരു കൂപ്പ് കുത്തുന്ന പോലെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അവിടെ നിന്നേ പറ്റത്തുള്ളൂ. ആ ഒരു ദൗത്യമാണ് വിരാട് കോഹ്ലി ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പം അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ 30 ബോളിൽ 31 റൺസോടെ അദ്ദേഹം അവിടെ നിന്നിരുന്നു. അതിനുശേഷം ദേവദത്ത് പടിക്കൽ വന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി. കാരണം അത്രയും മികച്ച രീതിയിലുള്ള ഒരു ബാറ്റിംഗ് ആണ്. കാരണം വിക്കറ്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ പോലും റൺ റേറ്റ് ഒട്ടും കുറയ്ക്കരുത് എന്നുള്ളൊരു ദൗത്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്ലാൻ ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അതാണ് വിരാട് കോഹ്ലി അവിടെ നിൽക്കെ തന്നെ ദേവദത്ത് പടിക്കൽ അത് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. 14 ബോളിൽ 27 റൺസ് അദ്ദേഹം നേടി. അതുപോലെ തന്നെ രജിത് പട്ടിദാർ എത്ര മികച്ച രീതിയിലാണ് അദ്ദേഹം സ്പിന്നിനെ കൈകാര്യം ചെയ്യുന്നത്, ഇല്ലേ? നോക്കുക, അദ്ദേഹത്തിന്റെ ആ ടീമിന്റെ തന്നെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് രജിത് പട്ടിദാർ ഏറ്റവും നല്ലപോലെ സ്പിന്നിനെ കളിക്കും എന്നുള്ളതാണ്. ആ ഒരു ആളുടെ കഴിവ് തീർച്ചയായിട്ടും ചെന്നൈ പോലുള്ള ഒരു ടീമിനെതിരെ, അതും ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടിൽ ചെപ്പോക്കിൽ അത്രയും ഒരു സ്പിന്നിനെ കളിക്കാനുള്ള ടാലന്റ് ഒന്നുകൂടെ പൊടി തട്ടിയെടുത്താൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുള്ളവർക്ക് അത് രജിത് പട്ടിദാർ ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു. എന്റെ സ്ട്രോങ് സൈഡ് ഇതാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഗ്രൗണ്ട് ഇതാണെങ്കിലും ശരി, നിങ്ങൾ എത്ര വലിയ സ്പിന്നേഴ്സ് ആണെങ്കിലും ശരി, ഞാൻ സ്പിന്നേഴ്സിനെ കളിക്കാൻ എനിക്കറിയാം, ഞാൻ അത് എന്റെ ഷോട്ടുകളായിട്ട് ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ രജിത് പട്ടിദാർ അവിടെ നിന്നപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ എന്നുള്ള നിലയിലേക്ക് രജിത് പട്ടിദാർ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും സ്പിന്നിനെ മികച്ച രീതിയിൽ ഈ പറയുന്ന കളിക്കാൻ
ഒരു രക്ഷയില്ലാണ്ട് കഴിയുന്നുണ്ട് രജിത് പട്ടിദാറിന്. ലിവിങ്സ്റ്റണ് ഒരു ഐഡിയയും കിട്ടിയില്ല, പിച്ചിനെ പറ്റി ഒരു ഐഡിയയും കിട്ടാതെ ടിം ഡേവിഡ് അവസാനം വന്നിട്ട് 3 സിക്സുകളൊക്കെ അടിച്ചതുകൊണ്ട് 196 എന്നുള്ള സ്കോറിലോട്ട് എത്തി, അല്ലെങ്കിൽ ഒരു 180-നകത്തൊക്കെ നിന്നേനെ. അപ്പൊ എന്തായാലും ടിം ഡേവിഡ് നല്ലൊരു ഫിനിഷിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അവരുടെ ചെന്നൈയുടെ ബോളിങ്ങിലോട്ട് വരുമ്പോഴത്തേനും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നൂർ അഹമ്മദ് ഈ പ്രാവശ്യം മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചു. 3 വിക്കറ്റുകൾ എടുത്തു. 4 ഓവറിൽ കുറച്ച് റൺസ് വിട്ടുകൊടുത്തെങ്കിൽ പോലും 3 വിക്കറ്റുകൾ എടുത്തു. അതുപോലെ തന്നെ പതിരാന 2 വിക്കറ്റുകൾ നേടി. പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാനായിട്ട് അവിടെ അങ്ങനെ ആരുമില്ല. പിന്നീട് ചെന്നൈയുടെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും രച്ചിൻ രവീന്ദ്രയുടെ ഒരു ഈ പറയുന്ന പോലെ കുറച്ച് ഒരു 31 ബോൾ നിന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയെങ്കിലും അവസാനത്തിലോട്ട് അടുപ്പിക്കാനായിട്ട് ചെന്നൈക്ക് പറ്റിയിട്ടുള്ളത്. വേറെ ഒന്നും അവിടെ പറയാനായിട്ട് ഒന്നുമില്ല. RCBക്ക് വേണ്ടിയിട്ട് ഭുവനേശ്വർ കുമാറും ഹേസൽവുഡും മികച്ച രീതിയിലാണ് ഈ പറയുന്ന പോലെ പന്ത് ഓവറുകൾ എറിഞ്ഞു തുടങ്ങിയത്. പവർ പ്ലേയിൽ മികച്ച രീതിയിൽ 30 റൺസ് എടുക്കാൻ മാത്രമേ ഈ പറയുന്ന പോലെ ചെന്നൈക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ഹേസൽവുഡിന്റെ ഫസ്റ്റ് ഓവറിൽ, അതായത് ടീമിന്റെ 2ാമത്തെ ഓവറിൽ തന്നെ 2 വിക്കറ്റുകളാണ് ത്രിപാഠിയും അതുപോലെ തന്നെ ഗെയ്ക്വാദിനെയും അതേ ഓവറിൽ തന്നെ പുറത്താക്കി ഹേസൽവുഡ് നല്ലൊരു തുടക്കമാണ് CSKക്ക് വെച്ച് നീട്ടിയത്. അത് പിന്നെ ബാക്കിയുള്ളവർ കൊണ്ടുപോവുകയായിരുന്നു. പിന്നെ ബോളിങ്ങിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് യാഷ് ദയാർ നല്ലപോലെ പന്തെറിഞ്ഞ് 3 ഓവറിൽ 18 റൺസിന് 2 വിക്കറ്റുകൾ നേടി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ലിവിങ്സ്റ്റൺ ആണ്. ലിവിങ്സ്റ്റൺ 28 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ എടുത്തു. 4 ഓവർ കോട്ട കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇടയാക്കി. കാരണം അത്ര നല്ലൊരു ടച്ചിൽ അദ്ദേഹം എറിയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂടുതലും 4 ഓവറുകൾ എറിയാൻ കാരണം എന്ന് പറയുന്നത് 2 ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സ് അവിടെ കളിച്ചിട്ടുണ്ടിരുന്നുള്ള, അതായത് ശിവൻ ദുബെയും അതുപോലെ തന്നെ രച്ചിൻ രവീന്ദ്രയും തുടങ്ങിയ ബാറ്റർമാർ, ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സ്മാർ ഉള്ളത് കൊണ്ട് തന്നെ ആണ് ഈ പറയുന്ന പോലെ ലിവിങ്സ്റ്റണ് അത്തരത്തിൽ 4 ഓവറുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്യാപ്റ്റൻ കൊടുത്തിട്ടുള്ളത്, പട്ടിദാർ കൊടുത്തിട്ടുള്ളത്. കാരണം റൈറ്റ് ഹാൻഡ് ബോളർ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് എടുത്തുനിന്ന് മീൻസ് ശരീരത്തിന് നേരെ വെളിയിലോട്ടാണ് ബോൾ തിരിയുന്നത്. അപ്പൊ അത് കളിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ലിവിങ്സ്റ്റണിന് അങ്ങനെ ഒരു 4 ഓവർ എറിയാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പൊ എന്തായാലും വളരെ മികച്ചൊരു മത്സരം തന്നെയായിരുന്നു. ശരിക്കും RCBക്ക് ഒത്തിരി കാര്യങ്ങൾ സന്തോഷിക്കാനും അടുത്ത മത്സരത്തിലോട്ട് പോകാൻ വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട്. അതിനിടയ്ക്ക് കൃണാൽ പാണ്ഡ്യ ഒരു കാര്യം കാണിച്ചത്, ലാസ്റ്റ് ഓവറിൽ അത്രയും റൺസ് വേണം എന്നുള്ളൊരു ധൈര്യം ഉള്ളത് കൊണ്ട് തന്നെ ധോണിയുടെ അടുത്ത് വളരെ അഗ്രസീവായിട്ട് തന്നെയാണ് കൃണാൽ പാണ്ഡ്യ ബോൾ ചെയ്തിട്ടുള്ളത്. അവസാനത്തെ ഓവറിലെ 3ാമത്തെ ബോളിലാണ്ട് 2ാമത്തെ ബോളിലാണ്ട് 115 മീറ്റർ സ്പീഡിലും ധോണിക്കെതിരെ ഒരു ബൗൺസർ, കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഈ പറയുന്ന പോലെ കൃണാൽ പാണ്ഡ്യ അങ്ങോട്ട് അത്തരത്തിലുള്ള ഒരു ബൗൺസർ എറിയും. ധോണി ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി. പക്ഷേ അത്രയും നീ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്നാ പിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അടുത്ത ബോൾ ഒരു 6 കൊടുക്കുകയും തിരിച്ച്, അതാണ് ധോണി എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അതാണ് ബോളർമാർക്ക് എത്ര ആണേലും ഇപ്പൊ അവനെ ഈ 10 60 65 റൺസിനായിട്ട് മണ്ടയ്ക്കാണ് വേണം അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടത്. അതിന് പകരം ഒരു 30 റൺസ് ഇരിക്കട്ടെ, ഒരു ഓവറിൽ ഒരു 30 റൺസ് ആണ് വേണ്ടത്. ധോണി ക്രീസിൽ നിൽക്കുന്നു, എറിയാൻ വരുന്നത് കൃണാൽ പാണ്ഡ്യ ആണെങ്കിൽ ഇവൻ ഈ കിടന്ന നെഹ്ലിപ്പോ അഗ്രസീവ്നെസ്സോ അവിടെ കാണിക്കുമോ? അവൻ കാണിക്കത്തില്ല, മുട്ട് വരയ്ക്കും അവന്റെ. കാരണം എന്തൊക്കെ പറഞ്ഞാലും ധോണി ക്രീസിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ ആരുടെ ആയാലും മുട്ട് വരയ്ക്കും. ഇതിപ്പോ എത്രയൊക്കെ മോശമായിട്ട് നീ എറിഞ്ഞാലും നിന്നെ 6 ബോളിൽ 6 സിക്സ് അടിച്ചാലും ജയിക്കത്തില്ല എന്നുള്ളൊരു അധികമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് കൃണാൽ പാണ്ഡ്യ അവിടെ കിടന്ന് അത്രയും വിളച്ചിൽ കാണിച്ചത് ധോണിയുടെ അടുത്ത്. എന്തായാലും വലിയൊരു നേട്ടം തന്നെയാണ് രജിത് പട്ടിദാറിന്റെ ബാംഗ്ലൂർ നേടിയിട്ടുള്ള ഈ ഒരു വിജയം. വലിയൊരു നേട്ടം തന്നെയാണ്, ചെറുതായിട്ട് കാണാനേ കഴിയില്ല. കാരണം 50 റൺസിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ വലിയ വിജയം തന്നെയാണ്. അതുപോലെ ഒരു ഗ്രൗണ്ടിൽ നേടുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ RCB നല്ലൊരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്താൽ തീർച്ചയായിട്ടും ഈ സീസൺ കപ്പ് നിങ്ങൾക്ക് പൊക്കാൻ പറ്റും. നിങ്ങൾക്ക് ആദ്യമായിട്ട് നമുക്കൊരു കപ്പ് പൊക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ടീമുണ്ട്, നല്ല രീതിയിൽ അവർ കളിക്കുന്നുണ്ട്, എല്ലാവരും ഒരൊറ്റ കെട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് RCB ഇതേ പോക്ക് തന്നെ ഇനി അങ്ങോട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ കാത്തിരുന്ന ആ ഒരു സീസണായിട്ട് ഇത് മാറും. ഇപ്പൊ തന്നെ ആരാധകർക്ക് വളരെ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ കീപ് ഗോയിങ്, അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. ചെന്നൈ തങ്ങളുടെ ഭാഗങ്ങൾ ഒന്നുകൂടെ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം കഴിഞ്ഞ മത്സരത്തിൽ മുംബൈയായിട്ട് കളിച്ചപ്പോഴും ഈ പറയുന്ന പോലൊരു അവസാന പരാപരത്തിലാണ് ജയിച്ചു പോയത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള, കാരണം 150-55 റൺസ് ആണെങ്കിൽ പോലും അതുപോലെ എടുക്കാൻ ചെന്നൈ ബുദ്ധിമുട്ടിയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ചെന്നൈ ഒന്നുകൂടെ ടീമിനെ പറ്റിയിട്ടൊന്ന് അനലൈസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കുറച്ചുകൂടെ ബോളിങ്ങിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്ന, പിന്നെ അതുപോലെ തന്നെ ഇവരുടെ മധ്യ നിരയിലൊക്കെ കളിക്കാൻ ആരും ഇല്ല. ത്രിപാഠി, ഈ പറഞ്ഞ ഹൂഡ, സാംകറൻ, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നേ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകൂടെ അഴിച്ചു പണിയുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ചെന്നൈ ആരാധകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
നിങ്ങളുടെ ആ ഒരു ഈ പറയുന്ന പോലെ മധ്യനിരയിലെ ആൾക്കാരെ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞ് ബാക്കിയുള്ളവർക്കൂടെ അത് ആ ഒരു രീതിയിൽ ചിന്തിക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചെന്നൈ ആരാധകർക്ക് ആണല്ലോ കൂടുതലും ഒന്നുകൂടെ അറിയാൻ കഴിയുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ചെന്നൈ വരുത്തുന്നത് നല്ലതായിരിക്കും മുന്നോട്ടുള്ള പോക്കിൽ. നമുക്ക് എന്തായാലും മറ്റൊരു മത്സരത്തിന്റെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം.